ദേശീയ രാഷ്ട്രീയത്തിലെന്ന പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 5 മുതൽ 10 വരെ സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന് LDF വിലയിരുത്തുമ്പോൾ UDF കണക്കുകൂട്ടുന്നത് 14 മുതൽ 17 സീറ്റുകൾ വരെ വിജയിക്കാനാകുമെന്നാണ്. 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA. പോരാട്ടം ലോക്സഭയിലേക്കാണെങ്കിലും അതിന്റെ അലയൊലികൾ സംസ്ഥാന രാഷ്ട്രീയ കാലാവസ്ഥയിലും മാറ്റങ്ങളുണ്ടാക്കും. കഴിഞ്ഞ തവണ കിട്ടിയ 19 സീറ്റുകളിലും വിജയം ആവർത്തിക്കാനാവും എന്ന ആത്മവിശ്വാസത്തോടെയാണ് UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കനലൊരു തരിയെന്ന പോലെ ആകെ കിട്ടിയ ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തിയതോടെ 20 സീറ്റുകളും സ്വന്തമാക്കാമെന്നാണ് UDF പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ 17 സീറ്റുകൾ വരെ ജയിക്കാനാകുമെന്നാണ് UDF വിലയിരുത്തുന്നത്. 14 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് UDF നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും UDF ക്യാമ്പിന് ആത്മവിശ്വാസമേകുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ LDFിലാണെന്നതും നിലവിലെ MPമാരുടെ മോശം പ്രവർത്തനവും ചില മണ്ഡലങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന ആശങ്ക UDF നേതൃത്വത്തിനുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കടുത്ത തിരിച്ചടിയിൽ നിന്ന് LDF ഇപ്പോഴും മുക്തരായിട്ടില്ല. അന്നത്തെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും 2019 ദയനീയ പരാജയം ആവർത്തിക്കില്ലെന്നുമാണ് LDF നേതൃത്വം വിശ്വസിക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF നേടിയ ഉജ്ജ്വല വിജയം അതിന്റെ തെളിവാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് LDFിന്റെ അന്തിമ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും രാഷ്ട്രീയ ജനതാദളും മുന്നണിയിലെത്തിയത് ചില മണ്ഡലങ്ങളിൽ ഗുണകരമാകുമെന്നാണ് LDF പ്രതീക്ഷ. 10 സീറ്റുകളോ അതിലധികമോ വിജയിക്കാനാകുന്ന സാഹചര്യമാണ് ഇത്തവണയുള്ളതെന്നും LDF നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളം വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നതാണ് LDFിനെ അലട്ടുന്നത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ നിറഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ വിജയിക്കാമെന്ന പ്രതീക്ഷ തകർന്നടിഞ്ഞത് NDAക്ക് തിരിച്ചടിയായിരുന്നു. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട സീറ്റുകളിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് NDAക്ക് 2ാം സ്ഥാനമെങ്കിലും നേടാനായത്. UDF തേരോട്ടത്തിൽ തകർന്നുപോയെങ്കിലും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനമാണ് NDAക്ക് ആശ്വാസമായത്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായാൽ 3 സീറ്റുകളിൽ വരെ വിജയിക്കാനാവുമെന്നാണ് NDA പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും 2019 പോലെ 0-ൽ ഒതുങ്ങിപ്പോകാനുള്ള സാഹചര്യവും NDAക്ക് മുന്നിലുണ്ട്. വിജയം പോലെ പരാജയവും രാഷ്ട്രീയഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. 2019 വിജയം UDF ആവർത്തിക്കുമോ? LDF തിരിച്ചു പിടിക്കുമോ? NDA അക്കൗണ്ട് തുറക്കുമോ? ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.